പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 5 എക്സാമ്പിൾ 1 മുതലാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പം നിങ്ങൾ ഇതിന് മുമ്പുള്ള പോർഷൻസൊക്കെ നന്നായി കണ്ട് മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമ്പിൾസും ഫിഗർ ഇറ്റ് ഔട്ടും ഒക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ഇൻ ഫിഗർ 5.26 പാരലൽ ലൈൻസ് എൽ ആൻഡ് എം ആർ ഇൻ്റർസെക്റ്റഡ് ബൈ ദ ട്രാൻസ്വേഴ്സൽ ടി. അപ്പോൾ ഇതാണ് ഫിഗർ 5.26. ഇവിടെ ലൈൻ എല്ലും ലൈൻ എമ്മിനെയും ട്രാൻസ്വേഴ്സൽ ടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആംഗിൾ 6 നമുക്ക് 135 ആണ് എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ആർ ദി മെഷേഴ്സ് ഓഫ് ദി അതർ ആംഗിൾസ്? മറ്റു ബാക്കിയുള്ള ആംഗിൾസിൻ്റെ എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ആംഗിൾ മാത്രം 135 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ലൈൻസ് എന്താണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പാരലലാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, രണ്ട് ലൈൻസ് പാരലലാണ്, ഒരു ട്രാൻസ്വേഴ്സിൽ അതിനെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആംഗിൾസ് ഈക്വലായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായിരിക്കും അല്ലേ? പിന്നെന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വലായിരിക്കും. അതേപോലെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലായിരിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാനിതിന് മുമ്പിട്ട വീഡിയോ കണ്ടെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എക്സാമ്പിൾസ് കാണുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, എല്ലും എമ്മും പാരലലാണ് എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ആംഗിൾസൊക്കെ എന്തായിരിക്കും? ഈക്വലായിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, രണ്ട് ലൈൻസ് നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വലായിരിക്കും. അതിന് ലൈൻസ് പാരലൽ ആവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നോക്കി, ഇവിടെ നമുക്ക് ആംഗിൾ 6 135 ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ 6 135 ആണ് എങ്കിൽ ഈ ആംഗിൾ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വലായിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ഈക്വലായിരിക്കും. പിന്നെന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളും ഈക്വലായിരിക്കും. അപ്പം ആംഗിൾ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ 2. അപ്പോൾ ആംഗിൾ 6 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. രണ്ടും എന്തായിരിക്കും? 135 ഡിഗ്രി ആയിരിക്കും. കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് എപ്പോഴും ഈക്വലായിരിക്കും. പെയർ ഓഫ് ലൈൻസ് പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായിരിക്കും. അപ്പോൾ ആംഗിൾ 6ഉം ആംഗിൾ 2ഉം ഈക്വലാണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. രണ്ടും 135 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയാം? ആംഗിൾ 6ന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ 8. അപ്പോൾ ആംഗിൾ 6 ഈസ് ഈക്വൽ ടു ആംഗിൾ 8 ഈസ് ഈക്വൽ ടു 135 ഡിഗ്രി. കാരണം എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾവേസ് ഈക്വൽ. അപ്പോൾ ആംഗിൾ 8 നമുക്ക് കിട്ടി. അപ്പോൾ ആംഗിൾ 2 കിട്ടി, ആംഗിൾ 8 കിട്ടി. ഇനി നമുക്ക് എന്ത് പറയാം? ആംഗിൾ 6ന് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആംഗിളാണ് ആംഗിൾ 4 അല്ലേ? അപ്പോൾ ആംഗിൾ 4 എന്തായിരിക്കും? 135 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഓൾട്ടർനേറ്റ് ആംഗിളും പറയാം. നമ്മൾ ആംഗിൾ 2 കണ്ടുപിടിച്ചത് കൊണ്ട് ആംഗിൾ 4ഉം 135 ആണ് എന്ന് പറയാം. എന്തുകൊണ്ടാണ്? ആംഗിൾ 2ഉം ആംഗിൾ 4ഉം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആംഗിൾ 2 ഓൾറെഡി 135 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ആംഗിൾ 4ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ആംഗിൾ 2ഉം ആംഗിൾ 4ഉം 135 ഡിഗ്രി ആണ്. എന്തുകൊണ്ടാണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇതും നമുക്ക് 135 എന്ന് കിട്ടി. ഓക്കെ, ആംഗിൾ 4ഉം കിട്ടി. ഇനി നമുക്ക് ഏതൊക്കെ ആംഗിളാണ് കണ്ടുപിടിക്കാനുള്ളത്? ഇനി നമുക്ക് 5, 7, 1, 3 ഇത്രയും ആംഗിൾസ് കണ്ടുപിടിക്കാനുണ്ടല്ലേ. അപ്പോൾ ആംഗിൾ 5ഉം ആംഗിൾ 6ഉം കൂടെ എന്താണ്? ലീനിയർ പെയർ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. രണ്ടും കൂടെ ചേർന്നാൽ 180 ഡിഗ്രി ആണ്. കാരണം ലീനിയർ പെയർ ആണ്.
ഓക്കെ, ഇവിടെ നമുക്ക് ആംഗിൾ 6 എന്താണ് എന്നറിയാം, 135 ആണ് എന്നറിയാം. അപ്പോൾ ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6ൻ്റെ പ്ലേസിൽ ഞാൻ 135 എന്ന് കൊടുക്കുന്നു. ഇത് 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ 5 കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി, ഈ 180യിൽ നിന്ന് ഇത് രണ്ടും കൂടെ ചേർന്നാൽ 180 ആണ്, അതിൽ നിന്ന് 135 സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ 180 മൈനസ് 135 എന്ത് കിട്ടും, 45 ഡിഗ്രി. അപ്പോൾ ആംഗിൾ 5 നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ 5 45 ആണ് എങ്കിൽ ആംഗിൾ 7 എന്തായിരിക്കും, 45 ആയിരിക്കും. എന്തുകൊണ്ടാണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. അപ്പോൾ ആംഗിൾ 5ഉം ആംഗിൾ 7ഉം എന്താണ്, 45 ഡിഗ്രിയാണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ ആംഗിൾ 5 45 എന്ന് കിട്ടി, ഇതും 45 ആണ്. ഇനി നമുക്ക് ആംഗിൾ 1ഉം ആംഗിൾ 3യും കണ്ടുപിടിക്കണം അല്ലേ. ആംഗിൾ 7 45 ആണെങ്കിൽ ആംഗിൾ 3 എന്ത് തന്നെയായിരിക്കും, 45 തന്നെയായിരിക്കും. ആംഗിൾ 7ഉം ആംഗിൾ 3യും 45 ആയിരിക്കും. കാരണം എന്താണ്, ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇനി ആംഗിൾ 3 45 ആണെങ്കിൽ ആംഗിൾ 1 എന്തായിരിക്കും, 45 ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ 3യും ആംഗിൾ 1ഉം 45 ഡിഗ്രിയാണ്, കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ആംഗിൾസും റിലേറ്റഡ് ആണ്. ഓരോ ആംഗിൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആംഗിൾസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസും പിന്നെന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും.